കൊല്ലം നീണ്ടകര ഹാർബറിൽ നിന്ന് ഞങ്ങൾ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ച കൊഞ്ചാണിത്. മുമ്പ് നീണ്ടകരയുടെ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് റിവ്യൂസ് വന്നിരുന്നു. ഇനിയും അവിടുത്തെ പോർട്ടിൽ പോയിട്ട് ഹാർബറിൽ പോയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ പോയിരുന്നു. നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോയപ്പോൾ വീണ്ടും വീഡിയോ എടുത്തിരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് ഏറ്റവും ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കൊല്ലം നീണ്ടകര ഹാർബർ. രാവിലെ ഏകദേശം ഒരു 11 മണിയോടെ ചെന്ന് കഴിക്കുമ്പോൾ നമുക്ക് മീൻ വാങ്ങാം. നീണ്ടകരയിലാണ് ഉള്ളത്. മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് വന്നത്. ഇന്നിപ്പോൾ കൂടുതലും ചാളയാണ്. ഇപ്പോൾ ചെറുവള്ളങ്ങളിൽ നിന്നുള്ള മീനാണ് കോരിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചാളയാണ് കൂടുതൽ ചെറുവള്ളങ്ങളിലേക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ വള്ളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. മീനിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഈ റേറ്റ് വരുന്നത്. എന്നും ഈ വില ആവണമെന്നില്ല. പക്ഷേ മീൻ ആ ദിവസം നല്ല ഏത് മീനാണോ നല്ല ഒത്തിരി കിട്ടുന്നത് അതിനനുസരിച്ചാണ് വില കുറയുന്നത്. ചെറുവള്ളങ്ങളിൽ നിന്ന് കോരുന്ന മീൻ ഒരു കൊട്ടയിലാക്കിയിട്ട് നേരെ ലേലം നടക്കുന്ന ആ സൈഡിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ കുട്ട അനുസരിച്ചുള്ള വെയിറ്റ് നോക്കി ലേലം വിളിച്ചാണ് അപ്പോൾ തന്നെ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന മീനുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ 1-2 പേരുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു കുട്ട ലേലം വിളിച്ച് ഒന്നിച്ച് നമുക്ക് ഷെയർ ഇട്ടൊക്കെ ലേലം വിളിച്ചെടുക്കാം. അങ്ങനെ വാങ്ങിയാലും ഫ്രഷ് മീനാണ് കിട്ടുന്നത്, നല്ല ലാഭത്തിന് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ ചില്ലറ കച്ചവടമുണ്ട്. 100 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ചില്ലറ കച്ചവടമുണ്ട്. അങ്ങനെയും നമുക്ക് വാങ്ങിക്കാം. So remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through, I never got anyone's help. I can do it all myself. 2 വീലേഴ്സിനൊക്കെ 20 രൂപ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. ഇവിടെ നമ്മുടെ പുനലൂർ അതുപോലെ പത്തനാപുരം എന്നീ മലയോര പ്രദേശങ്ങൾ, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്നും ഹോൾസെയിൽ കച്ചവടക്കാർ അത് ഒരു കൊട്ടക്കണക്കിനാണ് മീൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോണത്. കൊല്ലം ജില്ലയ്ക്കുള്ളിൽ മാത്രമല്ല അടുത്തുള്ള ജില്ലകളിലും അതുപോലെ തമിഴ്നാട്ടിലും വിദേശത്തേക്ക് വരെ ഇവിടുന്ന് മീൻ കയറ്റി അയക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ബോട്ടുകളാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഇവർ വരുന്നത്. എന്ന് വെച്ചാൽ ഇവർ പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കടലിൽ തന്നെ നിന്ന് മീൻ പിടിച്ചിട്ടാണ് വരാറ്. അതുകൊണ്ട് നമുക്കൊരു ഇപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ വില എന്നല്ല ഞങ്ങൾ പറയുന്നത്. അത് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിട്ടായിരിക്കും. ഇത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന മീനാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ മീനാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ നീണ്ടകരയിൽ നിന്ന് അവർ ഹോൾസെയിലായിട്ട് മീൻ ലേലം വിളിച്ച് വാങ്ങി അവരത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വെളുപ്പിനെ മുതൽ ഇവിടെ ബോട്ടുകൾ വന്നു തുടങ്ങി. നമുക്ക് കച്ചവടം ഹോൾസെയിലായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അതായത് ലേലം വിളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ രാവിലെ മുതൽ തന്നെ വരാം. അതല്ല നമ്മൾ ഈ ചില്ലറ കച്ചവടം 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 11 മണി 10-11 മണി ആ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചില്ലറ കച്ചവടത്തിന് ചില്ലറയ്ക്ക് മീൻ മേടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞണ്ടിൻ്റെ ലേലം വിളിയാണ്. നല്ല ജീവനുള്ള ഞണ്ടാണ് പടക്കിൽ കാണാം നമുക്ക്. അപ്പോൾ ഒരു കൊട്ട ഞണ്ടുണ്ടെന്ന് തോന്നിയത്. അപ്പം 1000 രൂപയ്ക്കാണ് ഇതിപ്പോൾ ലേലമായത്. ഞണ്ടൊക്കെ പെട്ടെന്ന് ലേലമായി പോകുന്ന ഐറ്റംസാണ്. കാരണം ഇതിന് ആവശ്യക്കാരുമുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടത്തുമില്ല, അവൈലബിളും ആയിരിക്കില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ
ഹോൾസെയിൽക്കാർ നല്ല ലോറിയിൽ നിന്ന് മീൻ കൊണ്ടുപോകാനായിട്ട് ലോറിക്കുള്ളിൽ തന്നെ ഫ്രീസറുള്ള ടൈപ്പ്, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലോറീസാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഹോൾസെയിൽ കച്ചവടക്കാരെ ബുക്ക് ചെയ്ത് വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോറിയിൽ ഇനി അവർ നിറച്ച് ദൂരേക്ക് കേരളത്തിലെ പല സ്ഥലത്തേക്കും കൊല്ലം ജില്ലയുടെ പല സ്ഥലത്തേക്കും ഇവർ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഫ്രീ ആയിട്ട് വന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്തായാലും ഈ ബോട്ടുകാരായിട്ട് പരിചയമുള്ളവരായിരിക്കണം. ഇവിടെ അടുത്ത് അയൽവാസികൾ ഇതിനെ പരിസരത്തൊക്കെ താമസിക്കുന്നവർ ഒക്കെ ഫ്രീ ആയിട്ട് മീൻ കൊടുക്കുന്നുണ്ട് ഇവർ ബോട്ടുകാരെ. എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അങ്ങനെ കിട്ടില്ല. നല്ല ഫ്രഷ് ചാളയാണത്. നല്ല കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത അടിപൊളിയായിരിക്കും. ഇപ്പം ഞങ്ങൾ കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. വേറൊന്നും കണ്ടിട്ടില്ല, വലിയ തിരക്കൊന്നും കണ്ടില്ല. ഒരുപാട് വലിയ മീൻ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ അത് ഉണ്ടായില്ല. അത് ചാള മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റ് നല്ല സജീവമാണ്. എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ലാഭത്തിന് നമുക്ക് കിട്ടും മീൻ. അപ്പോൾ ഞങ്ങൾ 100 രൂപയ്ക്ക് അവിടെ നിന്ന് കൊഞ്ച് വാങ്ങിയിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വാഴയിലേക്ക് തട്ടിയിടുന്നത്. ഞങ്ങൾ മുമ്പും ഇതുപോലെ കുറേ മീൻ അവിടെ നിന്ന് വാങ്ങിയ വീഡിയോസ് കാണിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേർക്ക് സംശയം ഇത്രയും മീൻ കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇത്ര നമുക്ക് മീനിൻ്റെ അവൈലബിലിറ്റി പോലെ കിട്ടും കേട്ടോ. നന്നായിട്ട് മീൻ വരുന്ന സമയമാണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്കും 50 രൂപയ്ക്ക് വരെ ഒരുപാട് മീൻ കിട്ടും. അപ്പോൾ നിങ്ങൾ കൊല്ലം ജില്ലയിൽ വരുവാണെങ്കിൽ നമ്മൾ നീണ്ടകര വഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് മീനുള്ള ടൈമിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ നമുക്ക് കൈ നിറയെ ഇവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.